ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങൾ അറിയാതെ വേറെ ഏതെങ്കിലും റിലേഷൻഷിപ്പ് അവർ കീപ്പ് ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് എല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് ഒന്നില്ലെങ്കിൽ നിങ്ങളിതിനെക്കുറിച്ച് മുൻപ് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ യൂണിവേഴ്സായിട്ട് പല കാര്യങ്ങളും നിങ്ങളെ അറിയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് വരുന്നതും. അതുപോലെ തന്നെ നിങ്ങൾ ടാരറ്റ് റീഡിങ് ഇത് ജനറൽ റീഡിംഗ് ആയിട്ട് എടുക്കുക. എല്ലാ കാര്യങ്ങളും പുഷ് ചെയ്തിട്ട് ഇത് റീസണേറ്റ് ആക്കി എടുക്കരുത്. ഡെയിലി ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരു റീഡിങ് മാത്രം, ടാരറ്റ് റീഡിങ് മാത്രം കാണാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മളിതിൽ അഡിക്റ്റ് ആയിട്ട് പോകരുത്. വല്ലപ്പോഴും മാത്രം ഒരു ദിവസത്തിൽ ഒരെണ്ണം മാത്രം, അതായിരിക്കും നമ്മളുടെ ഏറ്റവും ഫസ്റ്റ് കാണുന്ന റീഡിംഗ് ആയിരിക്കും കൂടുതൽ നമുക്ക് റീസണേറ്റ് ആകുന്നുണ്ടായിരിക്കുക. ചിലവരുണ്ട് എല്ലാ ഇതും പോയി കണ്ട് ഞാൻ എൻ്റെ മാത്രം കാണണമെന്നല്ല കേട്ടോ പറയണം. നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് കാണാൻ തോന്നുന്നത് അതെടുത്ത് കണ്ടോളൂ. ഒരെണ്ണം കാണാനായിട്ട് ശ്രമിക്കുക എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ കൂടുതലായിട്ട് ഒന്നിലും നമ്മൾ അഡിക്റ്റ് ആയിട്ട് പോകരുത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാതും നിങ്ങൾക്ക് റീസണേറ്റ് ആവണം എന്നില്ല. ഓക്കെ, ആൻഡ് പേഴ്സണൽ റീഡിങ്ങിലായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി വ്യക്തമായിട്ട് നിങ്ങളുടെ പക്കായിട്ടുള്ള റീഡിങ് കിട്ടുന്നുണ്ടായിരിക്കുക. അത് നിങ്ങളുടെ നെയിമും ഡേറ്റ് ഓഫ് ബർത്തും വെച്ചിട്ട് നിങ്ങളുടേത് മാത്രമായിരിക്കും. ഇവിടെ ഇപ്പോൾ ഈ റീഡിങ്ങിൽ ഒരുപാട് പേരുടെ എനർജീസ് വരുന്നുണ്ടായിരിക്കും. സോ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും റീസണേറ്റ് ആവില്ല. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുണ്ട്, വാട്സപ്പ് നമ്പറുണ്ട്, അതെടുത്ത് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക. റീഡിംഗ് പേയ്മെൻറ്റ് വന്നിട്ട് റീഡിംഗ് പേയ്മെൻറ്റ് വന്നിട്ട് 500 റുപ്പീസാണ്. സോ അതോടൊപ്പം റീഡിങ്ങിനോടൊപ്പം തന്നെ ഞാൻ സജഷൻസും പറഞ്ഞു തരുന്നുണ്ടായിരിക്കും നിങ്ങളുടെ സിറ്റുവേഷൻസിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ റീഡിങ്ങിലേക്ക് കടക്കാം. നിങ്ങൾ ആരെങ്കിലും എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് നിങ്ങളുടെ എനർജി കൊണ്ടുവരിക കേട്ടോ. നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ പേര് മനസ്സിൽ വിചാരിക്കുക. ഓക്കെ, നിങ്ങളുടെ പേഴ്സണ് നിങ്ങളറിയാതെ വേറെ ഏതെങ്കിലും, നിങ്ങൾക്ക് അറിഞ്ഞുകൊണ്ടുള്ള റിലേഷൻഷിപ്പ് വിട്ടിട്ട് വേറെ ഏതെങ്കിലും അറിയാതെ എന്തെങ്കിലും ഉണ്ടോ എന്നതാണ് നമ്മൾ നോക്കുന്നത്. The sword and the rose clarity. നന്നായിട്ട് അവരോടൊപ്പം ഉണ്ടായിരുന്ന നല്ല നല്ല നിമിഷങ്ങൾ എടുക്കുക. നെഗറ്റീവ് കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കുക. ഓക്കെ, ഓക്കെ. സോറി, ഇതിൽ എനിക്ക് കാണുന്നത് ഇവിടെ ഒരു 85% ഓഫ് ആൾക്കാർക്കും ഇവിടെ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് കാണിക്കുന്നുണ്ട്. എന്തായാലും അവിടെ നിങ്ങളുടെ പേഴ്സൺ അത്യാവശ്യം ഫ്ലേർട്ടിങ് എനർജി ഉള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് എനിക്കിവിടെ കാണുന്നത്. ഫ്ലേർട്ടിങ് മീൻസ് ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് നന്നായിട്ട് നിങ്ങളെ മാത്രം സ്നേഹിക്കുന്ന രീതിയിൽ നിൽക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് നൽകിയിരുന്ന ടൈമിൽ കുറേയൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ പണ്ടൊക്കെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്നത് പോലും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനായിരിക്കും. ആ ഒരു ഫോൺ എടുത്തിട്ട് ഫസ്റ്റ് മെസ്സേജ് വേണമെങ്കിൽ നിങ്ങൾക്ക് അയക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. പക്ഷെ ഇപ്പം അത്തരത്തിൽ നിന്നുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ വ്യത്യാസം വന്നിട്ടുണ്ടായിരിക്കും. ആ പേഴ്സൺ പല സമയത്തും ഓൺലൈനിൽ വന്നു പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ മെസ്സേജ് എടുത്ത് നോക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കാനോ ആ പേഴ്സൺ അവിടെ മുതിരുന്നുണ്ടായിരിക്കില്ല ആ സമയത്ത്. അഥവാ നിങ്ങൾ അതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറേ നേരം ഓൺലൈനിൽ കണ്ടല്ലോ, ഇന്ന സമയത്ത് കണ്ടല്ലോ എന്നൊക്കെ ചോദിച്ച് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ഈ വാട്സപ്പിൻ്റെ ആ ഒരു ലാസ്റ്റ് സീനും കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ആളെന്തായാലും ആളുടെ ഒരു ട്രൂ ഫേസ് അല്ല ഇപ്പോൾ നിങ്ങളോട് കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വ്യക്തമായിട്ട് തന്നെ നമ്മൾക്ക് പറയാൻ കഴിയും. ഞാൻ പറയാം, ഒരു 80% ആൾക്കാർക്കാണ് ഇവിടെ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഞാൻ നന്നായിട്ട് തന്നെ കാണിക്കുന്നത്. ഇവിടെ പക്ക ആ ഒരു
അങ്ങനൊരു കാർഡ് തന്നെ വന്നിട്ടുണ്ട്. എന്താ പറയുക, അവർ തമ്മിൽ ചിലവർക്കൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു തേർഡ് പാർട്ടി കണക്ഷൻ തന്നെയാണ്. അതുമൂലം നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മെയിൻ പ്രശ്നങ്ങൾ നടക്കുന്നത് മേ ബി അതുകൊണ്ട് തന്നെ ആയിരിക്കും. ആൻഡ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ ഏറെക്കുറെ പൊസസീവ് ആയിട്ടുള്ളൊരു വ്യക്തികളായിട്ട് എനിക്ക് കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്നേഹം നിങ്ങൾക്കല്ലാതെ അവരുടെ ഫാമിലിയൊക്കെ അത് വിട്ടിട്ട് വേറൊരു ഇതിലേക്കും പോകരുത് എന്നുള്ളൊരു, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പിന് മുമ്പ് നിങ്ങൾക്ക് പല റിലേഷൻഷിപ്പ് വന്നിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഇല്ലാത്തവരാണെങ്കിലും ഇതൊരു റിലേഷൻഷിപ്പിൽ പെയിൻഫുള്ളായിട്ട് അനുഭവം പറഞ്ഞവരുടെയൊക്കെ ആ ഒരു അനുഭവങ്ങളൊക്കെ കണ്ടിട്ട് ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നതെന്നൊക്കെ നിങ്ങൾ വേണമെങ്കിൽ മുമ്പ് പലപ്പോഴും നിങ്ങൾ പലയിടത്തും നിങ്ങളെ ഫ്രണ്ട്സിൻ്റെ അടുത്തോ എന്താണ് റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കിടന്ന് കരയുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നതിന് ശേഷം നിങ്ങളുടെ ക്യാരക്ടർ തന്നെ ഒരുപാട് മേ ബി ചേഞ്ച് ആയിട്ടുണ്ടായിരിക്കണം. നിങ്ങൾ അത്യാവശ്യം ഒരു മെച്യൂർഡ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ അടുത്ത് ഒരു ചൈൽഡിഷ് ബിഹേവിയർ കുറേയൊക്കെ കാണിച്ചിട്ടുണ്ടായിരിക്കണം. പൊസസീവ് കുറേയൊക്കെ കാണുന്നുണ്ട്. ഈഗോ നന്നായിട്ട് തന്നെ ഇവിടെ വ്യക്തമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് ഇവിടെ ഹേർട്ട് ബ്രേക്ക്, പെയിൻ, സെപ്പറേഷൻ, ഡിസെപ്ഷൻ, ഷോക്കിംഗ് ആയിട്ടുള്ള അറ്റാക്കുകൾ നിങ്ങൾക്ക് കമ്മിങ് ഡേയ്സിൽ അല്ലെങ്കിൽ വരുന്ന കുറച്ച് ദിവസങ്ങളിൽ എന്തോ ക്ലാരിറ്റി വരാനായിട്ട് പോകുന്നുണ്ട്. ട്രൂത്ത്, അതിൻ്റെ ഒരു കാര്യങ്ങൾ നിങ്ങളെ മുമ്പിൽ ഈ ഒരു പേഴ്സണെ കുറിച്ച് നിങ്ങളെ മുമ്പിൽ പല ക്ലാരിറ്റികൾ അല്ലെങ്കിൽ ട്രൂത്തുകൾ വെളിപ്പെടാനായിട്ട് പോകുന്നുണ്ട്. അത് മേ ബി നിങ്ങൾക്ക് പോസിറ്റീവായിരിക്കാം, നെഗറ്റീവുമായിരിക്കാം. നിങ്ങൾ എന്തായാലും വിചാരിച്ച് വെച്ചിരിക്കുന്ന ഒരു ഇപ്പോൾ നിങ്ങൾ എന്താണോ കരുതുന്നത് അതല്ല ഈ ഒരു പേഴ്സൻ്റെ ട്രൂ ഫീലിങ്സും എന്താ പറയുക പേഴ്സണാലിറ്റിയും ഇവിടെ കാണിക്കുന്നുണ്ട്. സോ ഞാൻ പറഞ്ഞു 80% ആൾക്കാർക്കാണ് ഇവിടെ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ വേറൊരു റിലേഷൻഷിപ്പ് എന്ന് ഞാൻ പറയുന്നില്ല, വേറൊരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഇവിടെ നിൽക്കുന്നുണ്ട്. അവരെടുത്ത് ചെറുതായിട്ടൊരു ക്രഷ് ഫീലിങ്സ്, കാരണം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇവർക്ക് കുറേയൊക്കെ കിട്ടുന്നത് ഒരുപാട് ഭയങ്കര പെയിൻഫുള്ളായിട്ടുള്ളൊരു കാര്യങ്ങൾ, സ്ട്രെസ്സ്, ഓവർ ടെൻഷൻസ്, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. പക്ഷെ അത് നിങ്ങൾ മനസ്സിലാക്കുക, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ വാല്യൂ ചെയ്യുമ്പോൾ മാത്രമാണ് ആ വ്യക്തിയിൽ നിന്നും ഒരു സ്ട്രെസ്സോ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഇങ്ങനെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ആ പേഴ്സൺ ഉണ്ടാവുന്നുണ്ട് എങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് തന്നെയാണ് അർത്ഥം. കാരണം ഒട്ടും എന്താ പറയുക നമ്മൾ സ്നേഹിക്കുന്നില്ല, അവരൊരു ജസ്റ്റ് എ ഫ്രണ്ട് മാത്രമാണെങ്കിൽ അവർ കൊടുക്കുന്ന ആ ഒരു സ്ട്രെസ്സോ അതൊന്നും അവർക്ക് പെയിൻഫുൾ ആയിരിക്കില്ല. പക്ഷെ ഇപ്പോൾ ഇവിടെ ചിന്തിക്കുന്നത് കുറച്ച് എന്താ പറയുക ഭയങ്കരമായിട്ട് ഈ കുറച്ച് ടെൻഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൽ നിന്നും ഒരു ഫ്രീ ആവാൻ വേണ്ടിയിട്ട് ആൾ കണ്ടുപിടിച്ചിട്ടുള്ളൊരു മാർഗവും കൂടി ആണ് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയത്. റിലേഷൻഷിപ്പ് എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, അവിടെ ജസ്റ്റ് ഒരു ചാറ്റിങ് അല്ലെങ്കിൽ കോളിങ്, മീറ്റിംഗ് ആൻഡ് ചിലർക്ക് മീറ്റിംഗ്, അതായത് കുറച്ച് പേർക്ക് തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇത് തന്നെയായിട്ട് നിൽക്കുന്നുണ്ട് കുറച്ച് പേർക്ക്. അത് നിങ്ങൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരിക്കണം തേർഡ് പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ളൊരു അവരുടെ അടുത്ത് പോകരുത്, മിണ്ടരുത്. പക്ഷേ നിങ്ങൾ അറിയാതെ തന്നെ അവരത് ചെയ്യുന്നുണ്ടായിരിക്കണം. കുറേയൊക്കെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരിക്കണം എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷേ എഗെയിൻ ആൻഡ് എഗെയിൻ നിങ്ങൾ ചാൻസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. റിസ്ക് നിങ്ങൾ എത്ര വേണമെങ്കിലും ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് എടുക്കാനായിട്ട് തയ്യാറുമാണെന്നാണ് കാണിക്കുന്നത്. ആൻഡ് ആ പേഴ്സണ് ഒരുപാട് ഓപ്ഷൻസ് ഇങ്ങനെ എന്താ പറയുക വരുന്നുണ്ട്. അതായത് നിങ്ങളടുത്ത് മാത്രമല്ലാതെ അവർക്ക് വേറെ അടുത്തും ഇങ്ങനത്തെ കുറച്ച് ക്രഷ് ഫീലിങ്സ് ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ്. ഓക്കെ, ബട്ട് അവരുടെ ഒരു ട്രൂ ഫീലിങ്സ് നോക്കുകയാണെങ്കിൽ നിങ്ങളോട് നന്നായിട്ട് തന്നെ നല്ല ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്, ഒരു ഫീലിങ്സ് നിങ്ങൾ വേണം എന്നുള്ള ഒരു മനോഭാവം ഈ ഒരു പേഴ്സണിനുണ്ട്. എന്തൊക്കെ തന്നെയാണെങ്കിലും ഈ ഒരു പേഴ്സൺ നിങ്ങളെ ടോട്ടലി, നിങ്ങൾ എത്രയൊക്കെ സ്ട്രെസ്സ് കൊടുക്കുന്നുണ്ടെങ്കിലും എത്രയൊക്കെ ഒരു ടെൻഷൻസ് കൊടുക്കുന്നുണ്ടെങ്കിലും ആ ഒരു പേഴ്സൺ നിങ്ങളെ വിട്ടിട്ട് ടോട്ടലി ഉപേക്ഷിക്കാനായിട്ട് ഇപ്പോഴും മനസ്സ് വരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ തേർഡ് പാർട്ടി ഒരു എനർജി കാണുന്നുണ്ട്. അത് അവരുടെ ഒരു എന്താ പറയുക ടൈം പാസ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അത് നിങ്ങളെ എത്രത്തോളം, അതായത്
വേറെ മേ ബി വേറൊരു പേഴ്സൺസ് ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വിഷമം ഉണ്ടാവില്ല. പക്ഷേ ഈ ഒരു പേഴ്സൺ ചെയ്യുമ്പോൾ അത് ഈ ഒരു പേഴ്സൺ ചെറിയൊരു കാര്യം പോലും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് വലിയ രീതിയിൽ തന്നെ എഫക്റ്റ് ആകുന്നുണ്ടായിരിക്കും. ചെറിയൊരു നുണയാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നൊരു ചെറിയ അവഗണന ആണെങ്കിൽ പോലും നിങ്ങൾക്കതൊരു ഭയങ്കരമായിട്ടുള്ളൊരു അറ്റാക്ക് പോലെ വരുന്ന ഒരു പെയിൻഫുള്ളായിട്ട് വരുന്ന അറ്റാക്കിൻ്റെ പെയിനായിട്ട് വരുന്ന ഒരു സംഭവമായിട്ട് നിങ്ങൾക്ക് വരുന്നുണ്ടായിരിക്കാം. അത്രമാത്രം നിങ്ങൾ ഈ ഒരു പേഴ്സണോട് ഇമോഷണലി കണക്റ്റഡ് ആണെന്നാണ് കാണിക്കുന്നത്. സോ നമ്മളുടെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ എന്തായിരുന്നു, ആ പേഴ്സണ് വേറെ നിങ്ങളറിയാതെ വേറെ ബന്ധങ്ങളുണ്ടോ, റിലേഷൻഷിപ്പ് ഉണ്ടോ? ഇവിടെ ബന്ധം എന്ന് ഞാൻ പറയുന്നില്ല, ഒരു അട്രാക്ഷൻ, ഫ്ലേർട്ടിങ്, ഡേറ്റിംഗ്, ഹുക്കിംഗ് അപ്പ്, ടെംപ്റ്റേഷൻ, അങ്ങനത്തെ ഒരു സംഭവമാണ് ഇവിടെ കാണിക്കുന്നത്. അത് നിങ്ങൾക്ക് മേ ബി ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കണം ആ ഒരു പേഴ്സണിൻ്റെ ചില കാര്യങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻഡ്യൂഷൻസ് വഴിയോ നിങ്ങൾക്കത് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കണം എന്തോ ഉണ്ട് എന്നുള്ളത്. ഇതെന്തായാലും ഒരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളിത് വളരെ വിഷമത്തോടെ അക്സെപ്റ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കാവുന്നതാണ്. എല്ലാവരുടെ കാര്യം ഈ 20% ആൾക്കാർക്ക് ഇവിടെ എനിക്കിവിടെ അങ്ങനെ കാണിക്കുന്നില്ല. ബിക്കോസ് ലവ്, തിങ്കിങ് ഓഫ് യു, ലെറ്റിംഗ് യു നോ എന്നുള്ള രീതിയിലേക്കൊക്കെയാണ് നിൽക്കുന്നത് 20% ആൾക്കാർക്കും. ബട്ട് 80% ആൾക്കാർക്കാണ് ഇവിടെ ഒരു എന്താ പറയുക, തേർഡ് പാർട്ടി ഇൻ്റർഫെറൻസ് ഉണ്ടെന്നുള്ളത് കാണിക്കുന്നത്. ആൻഡ് നമുക്ക് കുറച്ചും കൂടി ക്ലാരിഫിക്കേഷൻസ് എടുത്ത് നോക്കാം. പക്ഷേ ഉണ്ടല്ലോ, ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് കുറേ പേരുടെ വിധി കൂടിയാണ്. ഓക്കെ, കുറേ പേർക്ക് ഈ അടുത്ത് തന്നെ ഈ ഒരു പേഴ്സണെ കാണാനുള്ളൊരു ഭാഗ്യം, മീറ്റ് ചെയ്യാനുള്ളൊരു കാര്യം വരുന്നുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് തേർഡ് പാർട്ടി റിമൂവൽ സ്പെല്ല് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. എൻ്റെ അടുത്തുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തേർഡ് പാർട്ടി റിമൂവൽ സ്പെല്ല് ചെയ്യാവുന്നതാണ്. ബട്ട് അതിന് വന്നിട്ട് ഇപ്പോഴത്തെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് 850 റുപ്പീസിനാണ് ഞാൻ ചെയ്തു കൊടുക്കുന്നത് തേർഡ് പാർട്ടി റിമൂവൽ സ്പെല്ല്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എടുക്കാവുന്നതാണ് കേട്ടോ. നിങ്ങൾ ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ആണ്. അവരുടെ ഈച്ച് ആൻഡ് എവരി ബിഹേവിയർ നിങ്ങളടുത്ത് ഇന്നൊരു ദിവസം വിളിച്ച് സംസാരിക്കുമ്പോൾ എങ്ങനെയായിരുന്നു, എത്രമാത്രം റിങ്ങിൽ അവർ കോൾ എടുത്തു, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ സംസാരിച്ചു, ആ സംസാര രീതി നിങ്ങൾ ഒന്നും കൂടെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ സോഷ്യൽ മീഡിയാസ് ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾ. ആരെങ്കിലൊക്കെ അവരെ എന്താ പറയുക, ലൈക്ക് ചെയ്യുന്നുണ്ടോ, കമൻറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈച്ച് ആൻഡ് എവറിത്തിങ് നിങ്ങളിവിടെ സോഷ്യൽ മീഡിയാസിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇവിടെ. നിങ്ങൾ കുറേയൊക്കെ പോസിറ്റീവാണ്. ഓക്കെ, കീസ് ഓൺ എ റിങ്, മെനി ഓപ്ഷൻസ്. ഇപ്പോൾ അവർക്ക് നിങ്ങളല്ലാതെ വേറെ ഒരുപാട് ഓപ്ഷൻസുകൾ ഉണ്ട്. ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അവരുടെ ഒരു ടൈമിന് സന്തോഷം നൽകുന്ന ഒരുപാട് ടൈപ്പ് ഓഫ് ഫ്രണ്ട്ഷിപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊരു മെയിലാവാം ഫീമെയിലാകാം. ഇപ്പോൾ ഗേൾസിനാണെങ്കിൽ മെയിലാവാം ഫീമെയിലും ആവാം കേട്ടോ. ഞാൻ അങ്ങനെ പറയുന്നില്ല. ഇവിടെ ഫ്രണ്ട്സിൻ്റെ കാര്യം അല്ലെങ്കിൽ മെനി ഓപ്ഷൻസ് ഇവിടെ കിടക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് നിങ്ങളോട് സംസാരിക്കുമ്പോൾ, ആദ്യമൊക്കെ നിങ്ങളടുത്ത് സംസാരിക്കുമ്പോൾ ആ ഒരു പോസിറ്റീവ്നെസ് ഉണ്ടായിരുന്നു. ഒരുപാട് എന്താ പറയുക, കണക്റ്റഡായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ആ ഒരു ബന്ധത്തിൽ. ഇപ്പോഴും നിങ്ങൾക്ക് ഇമോഷണലി, ഞാൻ പറഞ്ഞല്ലോ, ഇമോഷണലി കണക്റ്റഡ് ആണ് ആ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട്. മറ്റുള്ള ആൾക്കാരുമായിട്ട് അവിടെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റോ ഇമോഷണൽ കണക്ടിവിറ്റിയോ അവരെന്നും കൂടെ വേണമെന്നോ എന്നുള്ളൊരാഗ്രഹം അവർ പ്രകടിപ്പിക്കുന്നില്ല. പക്ഷെ നിങ്ങളെടുത്ത് അത് ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ പലപ്പോഴും അവരെ കോള് വിളിക്കുമ്പോൾ ചിലപ്പോൾ ബിസി ആയിരിക്കാം. കട്ട് ചെയ്തിട്ട് പിന്നെ വിളിക്കാൻ, ഞാൻ ബിസിയാണോ, എൻ്റെ ഓഫീസ് സംബന്ധമായിട്ടുള്ള ഒരു കരിയർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് പറയുന്നുണ്ടായിരിക്കും. കുറേ പേർക്ക് ഇവിടെ റണ്ണർ, കോ ഡിപ്പെൻഡൻറ്റ് റിലേഷൻഷിപ്പ്, നിങ്ങളുടെ ആ ഒരു ഭയങ്കരമായിട്ടുള്ള ഇൻറ്റിമസിയിൽ അവർക്ക് ഇപ്പോൾ ഒരു ടെൻഷൻ കൂടുതലായിട്ട് കാണുന്നുണ്ട് ഇവിടെ. നിങ്ങളും വിചാരിക്കുന്നുണ്ടായിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പ് ഒരുപാട് പെയിൻഫുള്ളായിട്ട് വരുന്നുണ്ട്, ഇതിനെ കടിച്ചു പിടിച്ച് തൂങ്ങുന്നതിനും നല്ലത് ഇതൊന്ന് അവസാനിപ്പിച്ച് പോകുന്നതല്ലേ നല്ലതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഇത് നിങ്ങളുടെ ഫെയ്ത്താണ്, വിധിയിലുള്ള ഒരു പേഴ്സൺ ആണെന്നാണ് ക്യൂപ്പിഡ് ആരോ എന്നുള്ളൊരു കാർഡ്സിലൂടെ നമ്മൾക്കിവിടെ വ്യക്തമാവുന്നത്. ഹാവ് ഫെയ്ത്ത്.
ഫെയ്ത്ത് ഉണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ വിധിയിൽ കൂട്ടിച്ചേർത്തിട്ടുള്ളതാണ്. കുറേ പേർക്ക് എന്താ പറയുക, ആഫ്റ്റർ മാരേജ് റിലേഷൻഷിപ്പും കാണിക്കുന്നുണ്ട്. ഒരു 30-40 ഇടയിലുള്ള ആൾക്കാർക്കാണ് കൂടുതലും എനിക്കിവിടെ അവരുടെ എനർജീസ് കൂടുതൽ ഇവിടെ കാണിക്കുന്നുണ്ട്. എന്ന് വെച്ച് ബാക്കി ഏജിലുള്ളവർ ഇല്ല എന്നല്ല കേട്ടോ, അവരും ഉണ്ട്. പക്ഷെ കൂടുതൽ എനർജീസ് എന്നാണ് ഞാനിവിടെ പറയുന്നത്. ഇപ്പം ഏറെക്കുറെ പേര് ഇവിടെ ബ്രേക്കപ്പ്, സെപ്പറേഷൻ നിൽക്കുന്ന ഒരു സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ എനർജി ഞാൻ കാണിക്കുന്നു. നിങ്ങളെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ വിളിക്കുന്നുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുന്നുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ ബ്ലോക്കൊന്നും ചെയ്തിട്ടുണ്ടായിരിക്കില്ല. കുറച്ച് പേർക്ക് ബ്ലോക്ക്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയുള്ളവരാണെങ്കിലും അവിടെ ഒരു സൈലൻറ്റ് ട്രീറ്റ്മെൻ്റ് ആണ് നിൽക്കുന്നത്. പക്ഷേ 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, ദ വൺ ഓപ്പൺ യുവർ ഹേർട്ട് ഗെറ്റിംഗ് ടുഗദർ പെർഫെക്റ്റ്. അതായത് 2 പേർക്കും ഇപ്പം ഇങ്ങനെ ഒരു സെപ്പറേഷനിൽ നിൽക്കുന്നവരാണെങ്കിൽ 2 പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വിളിക്കണമെന്നോ, ഒന്ന് മിണ്ടണമെന്നോ, ഒന്ന് കാണണമെന്നോ, ഒരു മെസ്സേജെങ്കിലും വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് വേദനിച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യത്തിൽ ഇനി വേണ്ടാന്ന് വെച്ച് സെപ്പറേഷനിൽ നിൽക്കുന്നവരാണെങ്കിൽ പോലും 2 പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കാണണമെന്നും മിണ്ടണമെന്നും ഒക്കെ ഉള്ളൊരു ഫീലിങ്സ് നന്നായിട്ട് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഒരു മെസ്സേജ് അല്ലെങ്കിൽ റീഡിങ്ങിൽ നമ്മൾ വ്യക്തമാക്കാൻ ഉദ്ദേശിച്ചത് എന്തായിരുന്നു? നിങ്ങളുടെ ഈ ഒരു പേഴ്സണിൻ്റെ ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ അറിയാത്ത ഏതെങ്കിലും തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നായിരുന്നു. ഓഫ് കോഴ്സ് ഞാൻ പറഞ്ഞു ഇത്ര % ആൾക്കാർക്ക് അവിടെ തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഉണ്ട്. സോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവരും അത് പുഷ് ചെയ്ത് റിസനേറ്റ് ആക്കി എടുക്കണ്ട. നിങ്ങൾ പേഴ്സണൽ റീഡിംഗ് എടുക്കുകയാണെങ്കിൽ അതിൽ ചെക്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണിൻ്റെയും പേര് വെച്ചിട്ട് നമ്മൾക്ക് നോക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള റീഡിംഗ് കിട്ടും. അവിടെ ഉണ്ടോ ഇല്ലയോ, ഇത് സത്യമാണോ അല്ലയോ എന്നൊക്കെ ഉള്ളത് കേട്ടോ. സോ നിങ്ങൾ ഇത് ആലോചിച്ചിട്ടിരുന്ന് ഒരുപാട് ഇനി വിഷമിച്ച് വീണ്ടും പ്രോബ്ലംസ് ആക്കണ്ട. ഓൾറെഡി നിങ്ങൾ എന്താ പറയുക, ഒരു പാനിക് സിറ്റുവേഷനിലാണ്, അല്ലെങ്കിൽ അറ്റാക്ക് വന്നൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ. പക്ഷെ അത് ഇതാക്കണ്ട. ഇൻ കേസ് അവിടെ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനും നിങ്ങൾ വിഷമിക്കേണ്ട. നമുക്ക് തേർഡ് പാർട്ടി റിമൂവൽ സ്പെൽ ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് മാറ്റിയെടുക്കാവുന്നതാണ്. ബിക്കോസ് ഞാനിത് 100% പറയണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിട്ടുള്ള എല്ലാവർക്കും തന്നെ നല്ല രീതിയിലേക്ക് തന്നെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഒരിക്കലും നമ്മൾ എന്താ പറയുക, തേർഡ് പാർട്ടി ഒരിക്കലും അവരുടെ എന്താ പറയുക സ്വന്തമായിട്ടുള്ള വൈഫോ ഭർത്താവോ ആയിരിക്കരുത്, അമ്മ അച്ഛൻ സിസ്റ്റേഴ്സ് ആയിരിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അവർ നമ്മൾ തല്ലിപ്പിരിഞ്ഞ് പോകണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടുമല്ല നമ്മൾ ചെയ്യുന്നത്. ഇത് വൈറ്റ് മാജിക് സ്പെല്ലാണ്, ബ്ലാക്ക് മാജിക് അല്ല. ഓക്കെ, യൂണിവേഴ്സ് അവരെ നിങ്ങൾക്കിടയിൽ നിന്നും മാറ്റി തരുന്നതായിരിക്കും ഈ തേർഡ് പാർട്ടി റിമൂവൽ സ്പെല്ലിലൂടെ. അപ്പോൾ ഇപ്പോൾ എനിക്ക് 850 റുപ്പീസ് ആണ് അതിൻ്റെ പേയ്മെൻറ്റ്. തേർഡ് പാർട്ടി റിമൂവൽ സ്പെല്ല് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ പേഴ്സണൽ റീഡിങ്ങും എടുക്കണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇട്ടിട്ടുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ എന്നെ അപ്രോച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. പേഴ്സണൽ റീഡിങ്ങിനാണെങ്കിലും തേർഡ് പാർട്ടി റിമൂവൽ സ്പെല്ലിലാണെങ്കിലും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.